കഴിഞ്ഞ ആഴ്ചയിൽ ഖുതുബയിൽ സൂചിപ്പിച്ചപ്പോൾ ഇബ്ലീസ് തന്റെ പക്കലേക്ക് കടന്നു വരുന്ന മാർഗങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ചേർത്ത് വെച്ച സൂറത്തുൽ അഅറാഫിലെ വാചകം ثم لآتينهم من بين أيديهم ومن خلفهم وعن يمينهم وعن شمالهم ولا تجد أكثرهم شاكرين. തന്റെ എല്ലാ ഭാഗത്തിലൂടെയും ഇബ്ലീസ് തന്നെ വഴിപിഴപ്പിക്കാനായിക്കൊണ്ട് ശ്രമിക്കും. ഇബ്ലീസ് അവിടുന്ന് ചേർത്ത് വെച്ചൊരു വാചകമുണ്ട്, വലാ തജിദു അക്സറുഹും ശാകിരീൻ. നിനക്ക് നന്ദി കാണിക്കുന്ന ആളുകളായിക്കൊണ്ട് വളരെ കുറച്ച് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് മുതൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ തിരിച്ച് കിടക്കയിലേക്ക് കിടക്കുന്നത് വരെ അള്ളാഹുവിന്റെ ഓരോ നിഅമത്തുകളും കൃത്യമായി നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് എത്രത്തോളം അവർക്ക് തിരിച്ച് നന്ദി കാണിക്കാനായിക്കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതാണ്. എന്തുകൊണ്ട് നമുക്കതിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ലഭിക്കാറുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെല്ലാം ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും. അതിൽ പല ആളുകളും അത് പൂർത്തിയാക്കും, എന്നാൽ ചില ആളുകൾ അത് ലംഘിക്കുന്നതും കാണാം. എന്നാൽ ഒരിക്കലും ലംഘിക്കപ്പെടാത്ത ഒരു വാഗ്ദാനം എന്നുള്ളത് അത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വാഗ്ദാനം തന്നെയാണ്. നമ്മളോട് റബ്ബ് എന്തെങ്കിലും ഒരു കരാറ് നൽകിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് നമ്മളിൽ കൃത്യമായി വന്ന് ഭവിക്കുമെന്നുള്ളത് അള്ളാഹുവിന്റെ വാചകം തന്നെയാണ് അതിനെ സാക്ഷാത്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനങ്ങളിൽ വെച്ചുകൊണ്ട് ഒരു വാഗ്ദാനത്തെയാണ് ആമുഖമായി ഞാൻ പാരായണം ചെയ്ത പരിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറ ഇബ്രാഹിമിലെ 7-ാം വാചകത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. വഇൻ തഅദ്ദന റബ്ബക്കും, നിന്റെ റബ്ബ് നിനക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയാണ് എങ്കിൽ ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ അതിനെ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. വലഇൻ കഫർതും, നിങ്ങളെങ്ങാനും നന്ദികേടാണ് കാണിക്കുന്നത് എങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് കഠിനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു ആയത്തിന് വിശദീകരണം നൽകുന്നിടത്ത് തഫ്സീറുകളിൽ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തുന്നത് കാണാം, ലഇൻ ശകർതും നിഅമതി, ഏതെങ്കിലും ഒരു നിഅമത്ത് അല്ലാഹ് നൽകിയതിനെ വെച്ചുകൊണ്ട് നിങ്ങൾ നന്ദി കാണിക്കുകയാണ് എങ്കിൽ അലൈക്കും ലഅസീദന്നകും മിൻഹാ, ആ അനുഗ്രഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ച് നൽകുമെന്നുള്ളതാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ആസ്വദിക്കുന്ന എല്ലാ നിഅമത്തുകളെയും, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, മുമ്പ് സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അനുചരന്മാരും വീട് വിട്ട് പുറത്തിറങ്ങി അവർക്ക് ഭക്ഷണം കിട്ടിയ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നീ ആസ്വദിക്കുന്ന അനുഗ്രഹമുണ്ടല്ലോ, വയറു വിശന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ആ 3 ആളുകൾ ഒരൽപ്പ ഭക്ഷണം തന്റെ മുമ്പിൽ കിട്ടിയ സമയത്ത് ആ ഭക്ഷണത്തിലേക്ക് കൈ നീട്ടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ ആസ്വദിക്കുന്ന നിഅമത്ത് പോലും റബ്ബ് നാളെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അനുഗ്രഹങ്ങളാണ് കയറി വരുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ നിഅമത്തും, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സന്താനം, ഇതിനെല്ലാം നമുക്ക് കൃത്യമായ രീതിയിൽ നന്ദി കാണിക്കാനായിക്കൊണ്ട് സാധിച്ചാൽ അല്ലാഹുവിന്റെ ഉറപ്പാണ്
ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾക്കത് വർദ്ധിപ്പിച്ചു തരും. ആ വർധനവ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഈ ദുനിയാവിലും അതുപോലെ തന്നെ ആഖിറത്തിലും പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു നന്മ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇത്തരത്തിൽ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കണം എന്നുള്ളതാണ്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തുടർച്ചയായി കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ തുടർച്ചയായി നമ്മളിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ അതിനോട് കൃത്യമായ നന്ദി കാണിക്കണം. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിച്ചു തരികയാണ് എങ്ങനെയാണ് നമ്മൾ നന്ദി കാണിക്കേണ്ടത്. 3 രീതിയിലായിക്കൊണ്ട് നമ്മൾ നന്ദി കാണിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് ആ നൽകിയ അനുഗ്രഹത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിടത്തോളം കാലം നമുക്ക് കിട്ടിയത് അനുഗ്രഹമാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. കിട്ടുന്ന ഒരു ഭക്ഷണം അത് സദാ നമ്മളുടെ പ്രയത്നം കൊണ്ട് കിട്ടിയതാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് അൽഹംദുലില്ലാ പറയുന്നതിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല. നേരെ മറിച്ച് എന്റെ ജീവിതത്തിലെ പോലെ മറ്റൊരാളുകളും പ്രയാസം അനുഭവിക്കുന്നുണ്ട്, അവർക്ക് ലഭിക്കാത്തതാണ് എനിക്ക് അള്ളാഹു നൽകിയത് എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് കയറി വന്നാൽ അവിടെയാണ് നമുക്ക് നന്ദി കാണിക്കാനായിക്കൊണ്ട് സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതില്ലേ, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും. നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈഹി. അതാണ് ഏറ്റവും നല്ല കാര്യം, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇന്ന് നമ്മുടെ നാടുകളിൽ പലതിന്റെയും ഗ്രാഫ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, സമ്പന്നന്മാരുടെ എല്ലാം ഗ്രാഫ് നോക്കുമ്പോൾ ലോകത്തിൽ നിന്ന് തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തെ സമ്പന്നനായിക്കൊണ്ട് ആരാണുള്ളത്, അല്ലെങ്കിൽ അതിന് താഴെയുള്ളത് ആര്, മലയാളികളിൽ നിന്ന് ആര് എന്നിങ്ങനെ എല്ലാം വേർതിരിച്ച് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലോ തിരിച്ച ഭാഗമോ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ദരിദ്രനായ ഒരാളാര് എന്ന് നമുക്ക് നോക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ സഞ്ചരിക്കുന്നത് ആര്, അതിനെ പറ്റിയിട്ട് ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് അള്ളാന്റെ പടപ്പിന്റെ രീതിയാണ്, അള്ളാഹ് സൃഷ്ടിച്ച സൃഷ്ടിപ്പിന്റെ രീതിയാണ്. ഏറ്റവും താഴെ തട്ടിലുള്ളവരിലേക്ക് നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും അതാണ്. ആ താഴെയുള്ളവൻ ഏറ്റവും മോശമായ ഒരു അവസ്ഥ നമുക്ക് വന്നു ഭവിക്കുന്നതല്ല, അതിനേക്കാൾ താഴേക്ക് പോകാനായിക്കൊണ്ട് അവർക്ക് നോക്കാനായിക്കൊണ്ടുള്ള അവസരങ്ങൾ നമുക്ക് നൽകി കാണിച്ചു തരും. അത് നമ്മുടെ ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് വരച്ച് കാണിക്കപ്പെടാവുന്നതാണ്. 2 വീടുള്ള ഒരു മനുഷ്യൻ അവന്റെ മുമ്പിൽ ഒരു മാളിക നോക്കിക്കൊണ്ട് അവന്റെ മനസ്സിലേക്ക് തോന്നുക എന്ന് പറയുന്നത് റബ്ബ് എനിക്ക് അത് തന്നില്ല എന്നുള്ള ചോദ്യമാണ്. നേരെ മറിച്ച് ഒരു കുടിലിൽ താമസിക്കുന്നവന്റെക്കാണ് നോക്കുന്നതെങ്കിലോ അള്ളാഹ് എന്നെ അതിൽ നിന്ന് എത്ര നിഅമത്താണ് നൽകിയത്. ആ ഒരു ചിന്ത നമ്മളിലേക്ക് വരുന്നിടത്തോളം കാലം നമ്മൾ നന്ദിയുള്ള വർത്തമാനം അല്ലെങ്കിൽ നന്ദിയുള്ള അടിമയായി മാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ താഴെയുള്ളവരിലേക്ക് നമുക്ക് ലഭിച്ച അനുഗ്രഹം എന്തെന്ന് മനസ്സിലാക്കുക. അതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്. ആ നൽകിയ അനുഗ്രഹത്തെ മനസ്സുകൊണ്ട് അംഗീകരിക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ അനുഗ്രഹത്തെ പറ്റി നമ്മൾ സംസാരിക്കുക. അള്ളാഹ് എനിക്ക് നൽകിയ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നതാണ്, നിങ്ങൾക്ക് അള്ളാഹ് നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. അള്ളാഹ് എനിക്ക് നൽകിയ അനുഗ്രഹം ഉണ്ട് എന്നുള്ള രീതിയിൽ അതിലൂടെ നമ്മുടെ നാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്ന രീതിയിൽ അവനെ അറിയാതെയെങ്കിലും നാവ് കൊണ്ട് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ എന്ന് നമുക്ക് പറയാനായി കൊണ്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരാണോ നമുക്ക് നൽകിയത് ആ അനുഗ്രഹത്തെ അവന്റെ തൃപ്തിയുള്ള രീതിയിൽ മാത്രം ചെലവഴിക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളാണ് നന്ദിയുള്ളവനാണ് ഞാൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തിനെ മനസ്സുകൊണ്ട് അംഗീകരിക്കുക, അത് അനുഗ്രഹമാണ് എന്നുള്ളത്, അതിനെപ്പറ്റി സംസാരിക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്. മൂന്നാമത് ആ ലഭിച്ച അനുഗ്രഹത്തെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ആരാണോ ആ അനുഗ്രഹം ഇറക്കി തന്നത് അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ നാം പ്രവർത്തിക്കില്ല, അഥവാ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ ആ അനുഗ്രഹത്തെ നാം ചെലവഴിക്കില്ല എന്നുള്ള ദൃഢവിശ്വാസം ഏറ്റെടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നന്ദിയുള്ള അടിമയായി മാറണമെന്നുണ്ടെങ്കിൽ. മഹാനായ ഇമാം ദഹബി റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ യാത്രാവേളയിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യനെ കാണുകയാണ്. അവിടെ നിന്നുകൊണ്ട് വഴിതെറ്റിപ്പോയ അദ്ദേഹം ഒരു കുടിലിൽ നിന്നുകൊണ്ട് സംസാരം കേൾക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് ഉറക്കെ ദിക്ർ ചൊല്ലുകയാണ്.
പറയുകയാണ് അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീലാ. അല്ലാഹുവിനാണ് സർവസ്തുതിയും. എന്നെ ഏറ്റവും സൃഷ്ടികളിൽ വെച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ സൃഷ്ടിച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതി എന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഈ മനുഷ്യൻ ആ കുടിലിലേക്ക് ചെല്ലുമത്രേ. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച, അവിടെ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കാഴ്ച ശക്തിയില്ല, കൈകളില്ല, കാലുകളില്ല, ഒരേ കിടപ്പ് തന്നെ കിടക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ നാവിൽ നിന്നുകൊണ്ട് ഇതിങ്ങനെ ആവർത്തിച്ചു വരുന്നുണ്ട്. അവിടെ ആളുടെ പെരുമാറ്റം മനസ്സിലാക്കി അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആരാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞാനിങ്ങനെ വഴിതെറ്റി വന്നതാണ്. ആ വഴിതെറ്റിയ വേളയിൽ വെച്ചുകൊണ്ട് ഈ കുടിലിൽ നിന്നുകൊണ്ട് ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ ആ കടയ്ക്ക് വന്ന് നോക്കിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനെ നോക്കി അത്ഭുതത്തോടു കൂടി ഇയാൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം റബ്ബിനെ സ്തുതിക്കുന്നത്? കാഴ്ചശക്തിയുള്ള എനിക്ക്, കൈകാലുകളുള്ള എനിക്ക് ഇത്ര ഞാൻ സ്തുതിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഒന്നും എന്റെ കാഴ്ചയിൽ കാണാത്ത, അല്ലെങ്കിൽ എന്റെ പരിധിയിൽ നിന്നുകൊണ്ട് താങ്കൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് റബ്ബിനെ ഇത്രമാത്രം താങ്കൾ സ്തുതിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഏതാനും ചില ചോദ്യങ്ങളാണ് മറു ചോദ്യമായി കൊണ്ട് നൽകിയത്. ഒന്നാമത് ചോദിച്ചത്, അലൈസല്ലാഹു ഖദ് അഅതാനി അഖല, അല്ലാഹു എനിക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്. ആ ബുദ്ധി കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? വേർതിരിക്കുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതെ, ആ താങ്കൾക്ക് ലഭിച്ച ബുദ്ധി കൊണ്ട് താങ്കൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ മജ്നൂനായിക്കൊണ്ട്, ഭ്രാന്തനായിക്കൊണ്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് ബുദ്ധി നൽകിയില്ലേ? അപ്പോ ആ സമയത്ത് അല്ലാഹ് ആ മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനി അലാ ഹൗലാ. അത്തരം ആളുകളിൽ നിന്നുകൊണ്ട് എന്നെ വേർതിരിച്ച് ഏറ്റവും ശ്രേഷ്ഠനാക്കിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതി. വീണ്ടും ആ മനുഷ്യൻ പറഞ്ഞു, അലൈസല്ലാഹു ഖദ് അഅതാനി സമഅ, അല്ലാഹു എനിക്ക് കേൾവി നൽകിയിട്ടുണ്ട്. എത്ര ആളുകൾ നമ്മുടെ അടുക്കൽ ബധിരന്മാരായിക്കൊണ്ട്, ചെവി കേൾക്കാത്ത ആളുകളായിക്കൊണ്ട്, തന്റെ മക്കൾ തന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഉപ്പ എന്ന് വിളിക്കുന്നത് പോലും കേൾക്കാതെ തന്റെ ആ മകന്റെ വായിൽ നിന്നുകൊണ്ട് കേൾക്കുന്ന, അല്ലെങ്കിൽ മകളുടെ വായിൽ നിന്ന് കേൾക്കുന്നത് കൊതിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കലാമിന്റെ വാചകങ്ങളെ ഒന്ന് കേൾക്കാൻ കൊതിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷെ അവരിൽ നിന്നുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ചെവി കേൾവി ശക്തി നൽകിയില്ലേ? അൽഹംദുലില്ലാഹ് ഫദ്ദലനി അലാ ഹൗലാ കസീറൻ തഫ്ദീലാ. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠനാക്കിയ റബ്ബേ, നിനക്കാണ് സർവസ്വം. വീണ്ടും പറഞ്ഞു, അലൈസല്ലാഹു ഖദ് അഅതാനി ലിസാന, അല്ലാഹു എനിക്ക് നാവ് നൽകിയില്ലേ? എത്ര ആളുകളുണ്ട് സംസാരിക്കാൻ പറ്റാതെ അവിടെ നിന്നുകൊണ്ട്, സംസാരിക്കുന്നതാണെങ്കിൽ പോലും അല്ലാഹുവിനെ ധിക്കരിക്കുന്ന രീതിയിലുള്ള സംസാരിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അതിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ വേർതിരിച്ചില്ലേ? അതിനെ അവരിൽ നിന്നുകൊണ്ട് ശ്രേഷ്ഠനാക്കിയില്ലേ? അൽഹംദുലില്ലാഹ്, അല്ലാഹു നിനക്കാണ് സർവസ്വം. വീണ്ടും അദ്ദേഹം പറഞ്ഞു, അലൈസല്ലാഹു ഖദ് ജഅലനി മുസ്ലിമ, അല്ലാഹു എന്നെ ഒരു മുസ്ലിം ആക്കിയില്ലേ? എത്ര ആളുകൾ നമ്മുടെ നാടുകളിൽ ബിംബങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. എത്ര ആളുകൾ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര ആളുകൾ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന, അല്ലാഹുവിനെ നിരസിക്കുന്ന തരത്തിലുള്ള എത്ര ആളുകളുണ്ട്. അവരിൽ നിന്നുകൊണ്ട് റബ്ബ് എന്നെ സംരക്ഷിച്ച് മുസ്ലിമാക്കിയില്ലേ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, അതെ, താങ്കളെ മുസ്ലിമാക്കി. അൽഹംദുലില്ലാഹി ഏറ്റവും നല്ല രീതിയിൽ എന്നെ ആ ഒരു വിഭാഗത്തിൽ നിന്നെല്ലാം ശ്രേഷ്ഠനാക്കിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതി. ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആരാ ഇത് പറയേണ്ടത്? നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും അല്ലാഹ് നൽകിയ ഓരോ നിഅമത്തുകളെയും, അവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച റസൂലിന്റെ ആ ഒരു വാചകത്തിന്റെ പ്രസക്തി. നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക, നിങ്ങൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. അതെ, ആ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ മാത്രമേ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ, നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനിയോ എങ്ങനെയാണ് നമ്മൾ നന്ദിയാക്കേണ്ടതും ആ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രീതിയിൽ, അവൻ നൽകിയ മാർഗത്തിലൂടെ മാത്രം ജീവിച്ചുകൊണ്ട്, അവൻ വരച്ചു തന്ന രീതിയിലൂടെ ജീവിച്ച് കാണിച്ചുകൊണ്ട്, എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിട്ടേച്ച് നൽകിയത് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ ആ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിലെ 100-ാം അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആദിയാത്തിലൂടെ പറയുന്നുണ്ടല്ലോ,
പറഞ്ഞല്ലോ, അവിടെ ഒരു കുതിരയെ ഉപമിച്ചതിന് ശേഷം ആ ഒരു കുതിര തന്റെ യജമാനു വേണ്ടി നൽകിയ കുറച്ച് ഭക്ഷണവും അതുപോലെ തന്നെ ഒരു തലോടലൊക്കെ കൊണ്ട് മാത്രം ആ യജമാനു വേണ്ടി ജീവൻ ത്യജിച്ചുകൊണ്ട് യുദ്ധക്കളത്തിന്റെ നടുവിലേക്ക് ശത്രുക്കളുടെ വാളുകളുടെ മുമ്പിലേക്ക് കയറി ചെല്ലുന്ന ആ കുതിരയെ ഉപമിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാക്കാണ് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യൻ എന്ന് പറയുന്നത് തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. നമ്മൾ ഓരോരുത്തരും ചോദിക്കുക, എന്റെ റബ്ബിനോട് നന്ദിയാണോ അതോ നന്ദികേടാണോ ഞാൻ അധികം ചെയ്തിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അജബൻ ലിഅംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അത് അത്ഭുതം തന്നെയാണ്. വഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ ജീവിതത്തിൽ എന്ത് വന്ന് ഭവിച്ചാലും അവർക്ക് അതിനെല്ലാം നന്മ മാത്രമാണ്. അവിടെ ചേർത്ത് വെച്ച വാചകമുണ്ട്, ഇദാ അസ്വാബഹു സറാൻ, അവർക്ക് സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു സന്തോഷം അവന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഫശക്കറ, അവൻ അവിടെ നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അതിലൂടെ അവർക്ക് നന്മ രേഖപ്പെടുത്തും. ഒരു നന്മ എന്ന് പറയുന്നതും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അത്രമാത്രം വിശാലമാണ്. വറഹ്മതി വസിഅത് കുല്ല ശൈ, അത്രമാത്രം വിശാലമാക്കിക്കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തെ നൽകുന്നത്. ആ കാരുണ്യത്തെ കൃത്യമായി മനസ്സിലാക്കാൻ നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ജസ്റ്റ് വെറുതെ ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഈ ചെയ്യുന്ന നന്ദികളെല്ലാം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ ഈ ദുനിയാവിൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. അവിടെ ഫിത്നകളും ഫസാദുകളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ നന്ദികേട് അധികം കടന്നു വന്നാൽ സഭയുടെ അവസ്ഥ സംഭവിച്ചതുപോലെ, എല്ലാ പ്രവാചകന്മാരുടെയും ധിക്കാരികളായ ജനതകൾ നശിപ്പിച്ചതുപോലെ അവരെല്ലാം കാണിച്ച നന്ദികേടിന്റെ ഫലമാണ് അത് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മളും ഇനിയും നന്ദികേടിലൂടെയാണ് പോകുന്നത് എങ്കിൽ അവിടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബ് നമ്മളിലേക്ക് കടന്നു വരും എന്നുള്ളത് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ വിജയം കരസ്ഥമാക്കുവാനും അവനോട് ഏറ്റവും നല്ല രീതിയിൽ നന്ദി കാണിക്കുവാനുമുള്ള ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വ ലിജമീഇൽ മുഅ്മിനീന വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي ونسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളെയും പുറത്തു മാപ്പാക്കി നൽകി നാളെ അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം സാലിഹ് ഇബ്നു ജുനാഹ് അദ്ദേഹത്തിന്റെ മകന് നൽകുന്ന ഉപദേശങ്ങൾ ശ്രദ്ധേയമായ ഒരു ഉപദേശം നമുക്ക് കാണാൻ സാധിക്കും. يا بني إذا مر بك يوما وليلة قد سلم فيها دينك وجسمك ومالك وعيالك فأكثر الشكر لله تعالى. ഒരു ഉപ്പ തന്റെ മകനെ വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു ഉപദേശം നൽകുകയാണ്. ആ ഉപദേശം ഇപ്രകാരമാണ്, യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ, ഇദാ മർറ ബിക യൗമൻ വലൈല, നിന്റെ ജീവിതത്തിൽ ഒരു രാത്രിയും പകലും കടന്നു വന്നാൽ, അല്ലെങ്കിൽ ഒരു ദിവസം കടന്നു പോവുകയാണ് എങ്കിൽ, ഖദ് സലിമ ഫീഹാ, ഇതിൽ നിന്നെല്ലാം നീ സംരക്ഷണം തേടണം. എന്നിട്ട് ഏതിൽ നിന്നൊക്കെയാണ് സംരക്ഷണം തേടേണ്ടത് എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ദീനുക, നിന്റെ ദീനിന്റെ കാര്യത്തിലാണ്. അതിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ റബ്ബിനോട് കാവലിനെ ചോദിക്കുക തന്നെ വേണം. വജിസ്മുക, നിന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ, വമാലുക, നിന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ, വഅയ്യാലുക, നിന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ. വീണ്ടും ചേർത്തു ഫഅക്തിരി ശുക്ര ലില്ലാഹി തആല, തന്റെ റബ്ബിനോട് നന്ദി കാണിക്കുന്നതും നീ അധികരിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്,
നമ്മുടെ എല്ലാം ജീവിതത്തിൽ അല്ലെങ്കിൽ മനസ്സുകളിൽ കൊത്തിവെക്കപ്പെട്ട അല്ലെങ്കിൽ ഉറപ്പിച്ചു വെച്ച ഒരു കാര്യമാണ്. നമ്മുടെ ദീനിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ നേടിയെടുത്ത അറിവുമായിക്കൊണ്ട് എന്നും നിലനിൽക്കുന്നതാണ് എന്നുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അധികം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്നാണ് യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ എന്റെ ഖൽബിനെ ഉറപ്പിച്ചു നിർത്താനാണ്. ഇത് പ്രാർത്ഥിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിനെ ജനങ്ങൾക്ക് എത്തിച്ചു തരുവാനും സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു കാണിക്കാനും നരകത്തിന്റെ കവാടങ്ങളെ കൊട്ടിയടക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം വരച്ചു കാണിച്ചു തന്ന ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രാർത്ഥിച്ചത് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ദീനിലേക്ക് എന്റെ ഖൽബിനെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം. ഹൃദയം എന്ന് പറയുന്നത് റബ്ബിന്റെ വിരലുകൾക്കുള്ളിലാണ്. ആ ഒരു സമയത്തുള്ള ചാഞ്ചാട്ടം നമുക്കറിയാത്ത രീതിയിൽ ചിലപ്പോൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന രീതിയിലേക്ക് കടന്നു പോയേക്കാം. അതുകൊണ്ട് തന്നെ അള്ളാഹ് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് നമ്മളെ മുസ്ലിമാക്കി ജീവിപ്പിച്ചത്. കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിൽ തൗഹീദ് എന്ത് എന്നുള്ളത് ഇന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ ചുറ്റുപാടും പല ആളുകളുമുണ്ട്. പല വിഭാഗങ്ങളായ ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ നിന്നെല്ലാം വേർതിരിച്ചുകൊണ്ട് എന്താണ് തൗഹീദ് എന്ന് മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. എന്താണ് സുന്നത്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ് നമ്മൾ ഓരോരുത്തരും. അതെന്നും നിലനിർത്തി കിട്ടാൻ വേണ്ടി, അതിനൊരു മാറ്റവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി റബ്ബിനോട് കൃത്യമായി കാവലിനെ ചോദിക്കണം. രണ്ടാമത് പറഞ്ഞത് നിന്റെ നഫ്സിന്റെ കാര്യത്തിലാണ്, വജിസ്മിക നിന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ. പെട്ടെന്ന് ബാധിക്കുന്ന രോഗങ്ങൾ കാരണം അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിതനായി പോകേണ്ടതായിട്ടുള്ള അവസ്ഥകൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷകരമായ നിമിഷങ്ങൾ നമുക്ക് പങ്കുവെക്കുന്നതിൽ തടസ്സം വന്നേക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ കാര്യത്തിൽ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് കാവലിനെ ചോദിക്കേണ്ടതാണ്. രോഗങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ നിന്നെല്ലാം കാവലിനെ ചോദിക്കേണ്ടത് എങ്ങനെയാണ് എന്നും അവിടെ നമ്മൾ സ്ഥാപിക്കേണ്ട നിലപാട് എന്തൊക്കെയാണ് എന്നുമെല്ലാം കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ആ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വരുമെന്നുണ്ടെങ്കിൽ ആ രോഗം പൂർണ്ണമായി മാറുന്നത് വരെ റബ്ബിന്റെ അടുക്കലേക്ക് പ്രാർത്ഥനയോടുകൂടി റബ്ബിന്റെ അടുക്കൽ കൃത്യമായ കാവലിനെ ചോദിക്കാനും നമ്മളോട് കൽപ്പിക്കുകയാണ്. മൂന്നാമത് നമ്മൾ കാവൽ ചോദിക്കേണ്ടത് നമ്മുടെ ധനത്തിന്റെ കാര്യത്തിലാണ്. ഒരു ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആ മൊബൈലിലൂടെയുള്ള ഒരു വാർത്ത നമ്മുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ സംഭവിച്ചു പോയേക്കാം. ആ ഒരു അവസ്ഥയെ നമുക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായേക്കാം. നമ്മുടെ കുടുംബത്തിന്റെ അത്താണി ആയിക്കൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ താഴെയുള്ളവരുടെ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെയെല്ലാം നമ്മൾ പതറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. ആ സമ്പത്തിനൊരു കോട്ടം തട്ടുന്നതിനെ പറ്റിയും അതിൽ നിന്നും നീ കാവലിനെ ചോദിക്കുക. പിന്നീട് പറഞ്ഞത് നിന്റെ കുടുംബം. നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത പ്രദേശം ചൂരൽമലയിലെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ച അവസ്ഥ എന്തെന്ന് വെച്ചാൽ പ്രവാസ ലോകത്ത് നിൽക്കുന്ന ആളുകൾ അവരുടെ കുടുംബങ്ങൾ എല്ലാം ഒലിച്ചുപോയി. ഒരു നിമിഷം കൊണ്ട് അവരെല്ലാം അനാഥരായി മാറി. നമ്മളും രാത്രി കിടന്നുറങ്ങുന്നുണ്ട്. രാവിലെ എന്താ സംഭവിക്കുക നമുക്കറിയില്ല. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയുണ്ട്, അവരിൽ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചേക്കാം നമുക്കറിയുന്നതല്ല. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം കൃത്യമായി റബ്ബിനോട് നീ കാവലിനെ ചോദിക്കുക. ഇതെല്ലാം അള്ളാഹ് നൽകിയ നിഅമത്താണ്, അള്ളാഹ് നൽകിയ അനുഗ്രഹമാണ്. ദീനായാലും നിന്റെ ശരീരമായാലും നിന്റെ കുടുംബമായാലും നിന്റെ സമ്പത്തായാലും അതെല്ലാം അള്ളാഹ് നൽകിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് റബ്ബിനോട് നന്ദി കാണിച്ചുകൊണ്ടിരിക്കുക. ആ നന്ദി കാണിക്കുന്നതിലൂടെ അള്ളാന്റെ വാഗ്ദാനം നിങ്ങൾക്ക് അത് വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട്
അവനോട് ഏറ്റവും നല്ല രീതിയിൽ നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഖുതുബയിൽ സൂചിപ്പിച്ചപ്പോൾ ഇബ്ലീസ് തന്റെ പക്കലേക്ക് കടന്നു വരുന്ന മാർഗങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ചേർത്ത് വെച്ച സൂറത്തുൽ അഅറാഫിലെ വാചകം, ثم لآتينهم من بين أيديهم ومن خلفهم وعن يمينهم وعن شمالهم ولا تجد أكثرهم شاكرين. തന്റെ എല്ലാ ഭാഗത്തിലൂടെയും ഇബ്ലീസ് തന്നെ വഴിപിഴപ്പിക്കാനായിക്കൊണ്ട് ശ്രമിക്കും. ഇബ്ലീസ് അവിടുന്ന് ചേർത്ത് വെച്ചൊരു വാചകമുണ്ട്, വലാ തജിദു അക്തറുഹും ശാകിരീൻ. നിനക്ക് നന്ദി കാണിക്കുന്ന ആളുകളായിക്കൊണ്ട് വളരെ കുറച്ച് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് മുതൽ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ, തിരിച്ചു കിടക്കയിലേക്ക് കിടക്കുന്നത് വരെ അള്ളാഹുവിന്റെ ഓരോ നിഅമത്തുകളും കൃത്യമായി നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് എത്രത്തോളം അവർക്ക് തിരിച്ച് നന്ദി കാണിക്കാനായിക്കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതാണ്. എന്തുകൊണ്ട് നമുക്കതിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ലഭിക്കാറുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെല്ലാം ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും. അതിൽ പല ആളുകളും അത് പൂർത്തിയാക്കും, എന്നാൽ ചില ആളുകൾ അത് ലംഘിക്കുന്നതും കാണാം. എന്നാൽ ഒരിക്കലും ലംഘിക്കപ്പെടാത്ത ഒരു വാഗ്ദാനം എന്നുള്ളത് അത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വാഗ്ദാനം തന്നെ. നമ്മളോട് റബ്ബ് എന്തെങ്കിലും ഒരു കരാറ് നൽകിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് നമ്മളിൽ കൃത്യമായി വന്ന് ഭവിക്കുമെന്നുള്ളത് അള്ളാഹുവിന്റെ വാചകം തന്നെയാണ് അതിനെ സാക്ഷാത്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനങ്ങളിൽ വെച്ചുകൊണ്ട് ഒരു വാഗ്ദാനത്തെയാണ് ആമുഖമായി ഞാൻ പാരായണം ചെയ്ത പരിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറ ഇബ്രാഹിമിലെ 7-ാം വാചകത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. വഇൻ തഅദ്ദന റബ്ബകും, നിന്റെ റബ്ബ് നിനക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയാണ് എങ്കിൽ ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ അതിനെ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. വലഇൻ കഫർതും, നിങ്ങളെങ്ങാനും നന്ദികേടാണ് കാണിക്കുന്നത് എങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് കഠിനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു ആയത്തിന് വിശദീകരണം നൽകുന്നിടത്ത് തഫ്സീറുകളിൽ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തുന്നത് കാണാം, ലഇൻ ശകർതും നിഅമതി, ഏതെങ്കിലും ഒരു നിഅമത്ത് അല്ലാഹ് നൽകിയതിനെ വെച്ചുകൊണ്ട് നിങ്ങൾ നന്ദി കാണിക്കുകയാണ് എങ്കിൽ അലൈക്കും ലഅസീദന്നകും മിൻഹാ, ആ അനുഗ്രഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു നൽകുമെന്നുള്ളതാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ആസ്വദിക്കുന്ന എല്ലാ നിഅമത്തുകളെയും, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, മുമ്പ് സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അനുചരന്മാരും വീട് വിട്ട് പുറത്തിറങ്ങി അവർക്ക് ഭക്ഷണം കിട്ടിയ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നീ ആസ്വദിക്കുന്ന അനുഗ്രഹമുണ്ടല്ലോ, വയറു വിശന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ആ 3 ആളുകൾ ഒരൽപ്പ ഭക്ഷണം തന്റെ മുമ്പിൽ കിട്ടിയ സമയത്ത് ആ ഭക്ഷണത്തിലേക്ക് കൈ നീട്ടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ ആസ്വദിക്കുന്ന നിഅമത്ത് പോലും റബ്ബ് നാളെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അനുഗ്രഹങ്ങളാണ് കയറി വരുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ നിഅമത്തും, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സന്താനം, ഇതിനെല്ലാം നമുക്ക് കൃത്യമായ രീതിയിൽ നന്ദി കാണിക്കാനായിക്കൊണ്ട് സാധിച്ചാൽ അല്ലാഹുവിന്റെ ഉറപ്പാണ്, ലഇൻ ശകർതും
ലഅസീദന്നകും, നിങ്ങൾക്കത് വർദ്ധിപ്പിച്ചു തരും. ആ വർധനം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഈ ദുനിയാവിലും അതുപോലെ തന്നെ ആഖിറത്തിലും പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു നന്മ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇത്തരത്തിൽ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കണം എന്നുള്ളതാണ്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തുടർച്ചയായി കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ തുടർച്ചയായി നമ്മളിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ അതിനോട് കൃത്യമായി നന്ദി കാണിക്കണം. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിച്ചു തരികയാണ് എങ്ങനെയാണ് നമ്മൾ നന്ദി കാണിക്കേണ്ടത്. 3 രീതിയിലായിക്കൊണ്ടാണ് നമ്മൾ നന്ദി കാണിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് ആ നൽകിയ അനുഗ്രഹത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിടത്തോളം കാലം നമുക്ക് കിട്ടിയത് അനുഗ്രഹമാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. കിട്ടുന്ന ഒരു ഭക്ഷണം അത് സദാ നമ്മളുടെ പ്രയത്നം കൊണ്ട് കിട്ടിയതാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് അൽഹംദുലില്ലാഹ് പറയുന്നതിൽ ഒരു അർത്ഥമുണ്ടാവില്ല. നേരെ മറിച്ച് എന്റെ ജീവിതത്തിലെ പോലെ മറ്റൊരാളുകളും പ്രയാസം അനുഭവിക്കുന്നുണ്ട്, അവർക്ക് ലഭിക്കാത്തതാണ് എനിക്ക് അള്ളാഹു നൽകിയത് എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് കയറി വന്നാൽ അവിടെയാണ് നമുക്ക് നന്ദി കാണിക്കാനായിക്കൊണ്ട് സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതില്ലേ, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും. നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈഹി. അതാണ് ഏറ്റവും നല്ല കാര്യം, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇന്ന് നമ്മുടെ നാടുകളിൽ പലതിന്റെയും ഗ്രാഫ് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ, സമ്പന്നന്മാരുടെ എല്ലാം ഗ്രാഫ് നോക്കുമ്പോൾ ലോകത്തിൽ നിന്ന് തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തെ സമ്പന്നനായിക്കൊണ്ട് ആരാണുള്ളത്, അല്ലെങ്കിൽ അതിന് താഴെയുള്ളത് ആര്, മലയാളികളിൽ നിന്ന് ആര് എന്നിങ്ങനെ എല്ലാം വേർതിരിച്ച് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലോ തിരിച്ച ഭാഗമോ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ദരിദ്രനായ ഒരാളാര് എന്ന് നമുക്ക് നോക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ സഞ്ചരിക്കുന്നത് ആര്, അതിനെ പറ്റിയിട്ട് ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് അള്ളാന്റെ പടപ്പിന്റെ രീതിയാണ്, അള്ളാഹ് സൃഷ്ടിച്ച സൃഷ്ടിപ്പിന്റെ രീതിയാണ്. ഏറ്റവും താഴെ തട്ടിലുള്ളവരിലേക്ക് നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും അതാണ്. ആ താഴെയുള്ളവൻ ഏറ്റവും മോശമായ ഒരു അവസ്ഥ നമുക്ക് വന്നു ഭവിക്കുന്നതല്ല, അതിനേക്കാൾ താഴേക്ക് പോകാനായിക്കൊണ്ട് അവർക്ക് നോക്കാനായിക്കൊണ്ടുള്ള അവസരങ്ങൾ നമുക്ക് നൽകി കാണിച്ചു തരും. അത് നമ്മുടെ ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് വരച്ച് കാണിക്കപ്പെടാവുന്നതാണ്. 2 വീടുള്ള ഒരു മനുഷ്യൻ അവന്റെ മുമ്പിൽ ഒരു മാളിക നോക്കിക്കൊണ്ട് അവന്റെ മനസ്സിലേക്ക് തോന്നുക എന്ന് പറയുന്നത് റബ്ബ് എനിക്ക് അത് തന്നില്ല എന്നുള്ള ചോദ്യമാണ്. നേരെ മറിച്ച് ഒരു കുടിലിൽ താമസിക്കുന്നവന്റെക്കാണ് നോക്കുന്നതെങ്കിലോ അള്ളാഹ് അതിൽ നിന്ന് എത്ര നിഅമത്താണ് നൽകിയത്. ആ ഒരു ചിന്ത നമ്മളിലേക്ക് വരുന്നിടത്തോളം കാലം നമ്മൾ നന്ദിയുള്ള വർത്തമാനം അല്ലെങ്കിൽ നന്ദിയുള്ള അടിമയായി മാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ താഴെയുള്ളവരിലേക്ക് നമുക്ക് ലഭിച്ച അനുഗ്രഹം എന്തെന്ന് മനസ്സിലാക്കുക. അതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്. ആ നൽകിയ അനുഗ്രഹത്തെ മനസ്സുകൊണ്ട് അംഗീകരിക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ അനുഗ്രഹത്തെ പറ്റി നമ്മൾ സംസാരിക്കുക. അള്ളാഹ് എനിക്ക് നൽകിയ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നതാണ്, നിങ്ങൾക്ക് അള്ളാഹ് നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. അള്ളാഹ് എനിക്ക് നൽകിയ അനുഗ്രഹം ഇന്നുണ്ട് എന്നുള്ള രീതിയിൽ അതിലൂടെ നമ്മുടെ നാവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്ന രീതിയിൽ അവനെ അറിയാതെയെങ്കിലും നാവ് കൊണ്ട് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ എന്ന് നമുക്ക് പറയാനായി കൊണ്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരാണോ നമുക്ക് നൽകിയത് ആ അനുഗ്രഹത്തെ അവന്റെ തൃപ്തിയുള്ള രീതിയിൽ മാത്രം ചെലവഴിക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളാണ് നന്ദിയുള്ളവനാണ് ഞാൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തിനെ മനസ്സുകൊണ്ട് അംഗീകരിക്കുക, അത് അനുഗ്രഹമാണ് എന്നുള്ളത്, അതിനെപ്പറ്റി സംസാരിക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്. മൂന്നാമത്, ആ ലഭിച്ച അനുഗ്രഹത്തെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ആരാണോ ആ അനുഗ്രഹം ഇറക്കി തന്നത് അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ നാം പ്രവർത്തിക്കില്ല, അഥവാ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ ആ അനുഗ്രഹത്തെ നാം ചെലവഴിക്കില്ല എന്നുള്ള ദൃഢവിശ്വാസം ഏറ്റെടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നന്ദിയുള്ള അടിമയായി മാറണമെന്നുണ്ടെങ്കിൽ. മഹാനായ ഇമാം ദഹബി റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ യാത്രാ വേളയിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യനെ കാണുകയാണ്. അവിടെ നിന്നുകൊണ്ട് വഴിതെറ്റിപ്പോയ അദ്ദേഹം ഒരു കുടിലിൽ നിന്നുകൊണ്ട് സംസാരം കേൾക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് ഉറക്കെ ദിക്ർ ചൊല്ലുകയാണ്.
ചൊല്ലുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല. അല്ലാഹുവിനാണ് സർവസ്തുതിയും. എന്നെ ഏറ്റവും സൃഷ്ടികളിൽ വെച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ സൃഷ്ടിച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതി എന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഈ മനുഷ്യൻ ആ കുടിലിലേക്ക് ചെല്ലുമത്രേ. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച, അവിടെ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കാഴ്ച ശക്തിയില്ല, കൈകളില്ല, കാലുകളില്ല, ഒരേ കിടപ്പ് തന്നെ കിടക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ നാവിൽ നിന്നുകൊണ്ട് ഇതിങ്ങനെ ആവർത്തിച്ചു വരുന്നുണ്ട്. അവിടെ ആളുടെ പെരുമാറ്റം മനസ്സിലാക്കി അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആരാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞാനിങ്ങനെ വഴിതെറ്റി വന്നതാണ്. ആ വഴിതെറ്റിയ വേളയിൽ വെച്ചുകൊണ്ട് ഈ കുടിലിൽ നിന്നുകൊണ്ട് ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ അങ്ങടേക്ക് വന്ന് നോക്കിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനെ നോക്കി അത്ഭുതത്തോടു കൂടി ഇയാൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം റബ്ബിനെ സ്തുതിക്കുന്നത്? കാഴ്ച ശക്തിയുള്ള എനിക്ക്, കൈകാലുകളുള്ള എനിക്ക് ഇത്ര ഞാൻ സ്തുതിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഒന്നും എന്റെ കാഴ്ചയിൽ കാണാത്ത, അല്ലെങ്കിൽ എന്റെ പരിധിയിൽ നിന്നുകൊണ്ട് താങ്കൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് റബ്ബിനെ ഇത്രമാത്രം താങ്കൾ സ്തുതിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഏതാനും ചില ചോദ്യങ്ങളാണ് മറു ചോദ്യമായി കൊണ്ട് നൽകിയത്. ഒന്നാമത് ചോദിച്ചത്, അലൈസല്ലാഹു ഖദ് അഅതാനി അഖല, അല്ലാഹു എനിക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്. ആ ബുദ്ധി കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വേർതിരിക്കുന്നുണ്ട്, ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതെ, താങ്കൾക്ക് ലഭിച്ച ബുദ്ധി കൊണ്ട് താങ്കൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ മജ്നൂനായിക്കൊണ്ട്, ഭ്രാന്തനായിക്കൊണ്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് ബുദ്ധി നൽകിയില്ലേ. അപ്പോ ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനി അലാ ഹൗലാഇ കസീറൻ തഫ്ദീല. അത്തരം ആളുകളിൽ നിന്നുകൊണ്ട് എന്നെ വേർതിരിച്ച് ഏറ്റവും ശ്രേഷ്ഠനാക്കിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതി. വീണ്ടും ആ മനുഷ്യൻ പറഞ്ഞു, അലൈസല്ലാഹു ഖദ് അഅതാനി സമഅ, അല്ലാഹു എനിക്ക് കേൾവി നൽകിയിട്ടുണ്ട്. എത്ര ആളുകൾ നമ്മുടെ അടുക്കൽ ബധിരന്മാരായിക്കൊണ്ട്, ചെവി കേൾക്കാത്ത ആളുകളായിക്കൊണ്ട്, തന്റെ മക്കൾ തന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഉപ്പ എന്ന് വിളിക്കുന്നത് പോലും കേൾക്കാതെ തന്റെ ആ മകന്റെ വായിൽ നിന്നുകൊണ്ട് കേൾക്കുന്ന, അല്ലെങ്കിൽ മകളുടെ വായിൽ നിന്ന് കേൾക്കുന്നത് കൊതിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കലാമിന്റെ വാചകങ്ങളെ ഒന്ന് കേൾക്കാൻ കൊതിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷെ അവരിൽ നിന്നുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് കേൾവി ശക്തി നൽകുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഫദ്ദലനി അലാ ഹൗലാഇ കസീറൻ തഫ്ദീല. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠനാക്കിയ റബ്ബേ, നിനക്കാണ് സർവസ്വം. വീണ്ടും പറഞ്ഞു, അലൈസല്ലാഹു ഖദ് അഅതാനി ലിസാന, അല്ലാഹു എനിക്ക് നാവ് നൽകിയില്ലേ. എത്ര ആളുകളുണ്ട് സംസാരിക്കാൻ പറ്റാതെ അവിടെ നിന്നുകൊണ്ട്, സംസാരിക്കുന്നതാണെങ്കിൽ പോലും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന രീതിയിലുള്ള സംസാരിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അതിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ വേർതിരിച്ചില്ലേ, അതിനെ അവരിൽ നിന്നുകൊണ്ട് ശ്രേഷ്ഠനാക്കിയില്ലേ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിനക്കാണ് സർവസ്തുതി. വീണ്ടും അദ്ദേഹം പറഞ്ഞു, അലൈസല്ലാഹു ഖദ് ജഅലനി മുസ്ലിമ, അല്ലാഹു എന്നെ ഒരു മുസ്ലിം ആക്കിയില്ലേ. എത്ര ആളുകൾ നമ്മുടെ നാടുകളിൽ ബിംബങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. എത്ര ആളുകൾ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര ആളുകൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അള്ളാഹുവിനെ നിരസിക്കുന്ന തരത്തിലുള്ള എത്ര ആളുകളുണ്ട്. അവരിൽ നിന്നുകൊണ്ട് റബ്ബ് എന്നെ സംരക്ഷിച്ച് മുസ്ലിമാക്കിയേ. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ, അതെ, താങ്കളെ മുസ്ലിമാക്കി. അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനി അലാ ഹൗലാഇ കസീറൻ മിമ്മൻ തഫ്ദീല. ഏറ്റവും നല്ല രീതിയിൽ എന്നെ ആ ഒരു വിഭാഗത്തിൽ നിന്നെല്ലാം ശ്രേഷ്ഠനാക്കിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതി. ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആരാ ഇത് പറയേണ്ടത്? നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും അല്ലാഹ് നൽകിയ ഓരോ നിഅമത്തുകളെയും, അവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച റസൂലിന്റെ ആ ഒരു വാചകത്തിന്റെ പ്രസക്തി. ഒന്നുറു ഇലാഹു വമൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. അതെ, ആ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ മാത്രമേ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ, നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനിയോ എങ്ങനെയാണ് നമ്മൾ നന്ദിയാക്കേണ്ടതും ആ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന രീതിയിൽ, അവൻ നൽകിയ മാർഗത്തിലൂടെ മാത്രം ജീവിച്ചുകൊണ്ട്, അവൻ വരച്ചു തന്ന രീതിയിലൂടെ ജീവിച്ച് കാണിച്ചുകൊണ്ട്, എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിട്ടേച്ച് നൽകിയത് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ ആ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിലെ 100-ാം അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആദിയാത്തിലൂടെ പറയുന്നുണ്ടല്ലോ,
പറഞ്ഞല്ലോ, അവിടെ ഒരു കുതിരയെ ഉപമിച്ചതിന് ശേഷം ആ ഒരു കുതിര തന്റെ യജമാനു വേണ്ടി നൽകിയ കുറച്ച് ഭക്ഷണവും അതുപോലെ തന്നെ ഒരു തലോടലൊക്കെ കൊണ്ട് മാത്രം ആ യജമാനു വേണ്ടി ജീവൻ ത്യജിച്ചുകൊണ്ട് യുദ്ധക്കളത്തിന്റെ നടുവിലേക്ക് ശത്രുക്കളുടെ വാളുകളുടെ മുമ്പിലേക്ക് കയറി ചെല്ലുന്ന ആ കുതിരയെ ഉപമിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാക്കാണ് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യൻ എന്ന് പറയുന്നത് തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. നമ്മൾ ഓരോരുത്തരും ചോദിക്കുക, എന്റെ റബ്ബിനോട് നന്ദിയാണോ അതോ നന്ദികേടാണോ ഞാൻ അധികം ചെയ്തിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അജബൻ ലിഅംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അത് അത്ഭുതം തന്നെയാണ്. വഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ ജീവിതത്തിൽ എന്ത് വന്ന് ഭവിച്ചാലും അവർക്ക് അതിനെല്ലാം നന്മ മാത്രമാണ്. അവിടെ ചേർത്ത് വെച്ച വാചകമുണ്ട്, ഇദാ അസ്വാബഹു സറാ, അവർക്ക് സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു സന്തോഷം അവന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഫശക്കറ, അവൻ അവിടെ നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അതിലൂടെ അവർക്ക് നന്മ രേഖപ്പെടുത്തും. ഒരു നന്മ എന്ന് പറയുന്നതും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അത്രമാത്രം വിശാലമാണ്. വറഹ്മതി വസിഅത് കുല്ല ശൈ, അത്രമാത്രം വിശാലമാക്കിക്കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തെ നൽകുന്നത്. ആ കാരുണ്യത്തെ കൃത്യമായി മനസ്സിലാക്കാൻ നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ജസ്റ്റ് വെറുതെ ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഈ ചെയ്യുന്ന നന്ദികളെല്ലാം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ ഈ ദുനിയാവിൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. അവിടെ ഫിത്നകളും ഫസാദുകളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ നന്ദികേട് അധികം കടന്നു വന്നാൽ സഭയുടെ അവസ്ഥ സംഭവിച്ചതുപോലെ, എല്ലാ പ്രവാചകന്മാരുടെയും ധിക്കാരികളായ ജനതകൾ നശിപ്പിച്ചതുപോലെ അവരെല്ലാം കാണിച്ച നന്ദികേടിന്റെ ഫലമാണ് അത് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മളും ഇനിയും നന്ദികേടിലൂടെയാണ് പോകുന്നത് എങ്കിൽ അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബ് നമ്മളിലേക്ക് കടന്നു വരും എന്നുള്ളത് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ വിജയം കരസ്ഥമാക്കുവാനും അവനോട് ഏറ്റവും നല്ല രീതിയിൽ നന്ദി കാണിക്കുവാനുമുള്ള ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വ ലിജമീഇൽ മുഅ്മിനീന വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي ونسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അന്നോ അറിയാതെയോ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളെയും പുറത്തു മാപ്പാക്കി നൽകി നാളെ അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം സാലിഹ് ഇബ്നു ജുനാഹ് അദ്ദേഹത്തിന്റെ മകന് നൽകുന്ന ഉപദേശങ്ങൾ ശ്രദ്ധേയമായ ഒരു ഉപദേശം നമുക്ക് കാണാൻ സാധിക്കും. يا بني إذا مر بك يوما وليلة قد سلم فيها دينك وجسمك ومالك وعيالك فأكثر الشكر لله تعالى. ഒരു ഉപ്പ തന്റെ മകനെ വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു ഉപദേശം നൽകുകയാണ്. ആ ഉപദേശം ഇപ്രകാരമാണ്, യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ, ഇദാ മർറ ബിക യൗമൻ വലൈല, നിന്റെ ജീവിതത്തിൽ ഒരു രാത്രിയും പകലും കടന്നു വന്നാൽ, അല്ലെങ്കിൽ ഒരു ദിവസം കടന്നു പോവുകയാണ് എങ്കിൽ, ഖദ് സലിമ ഫീഹാ, ഇതിൽ നിന്നെല്ലാം നീ സംരക്ഷണം തേടണം. എന്നിട്ട് ഏതിൽ നിന്നൊക്കെയാണ് സംരക്ഷണം തേടേണ്ടത് എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ദീനുക, നിന്റെ ദീനിന്റെ കാര്യത്തിലാണ്. അതിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ റബ്ബിനോട് കാവലിനെ ചോദിക്കുക തന്നെ വേണം. വജിസ്മുക, നിന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ, വമാലുക, നിന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ, വഅയ്യാലുക, നിന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ. വീണ്ടും ചേർത്തു ഫഅക്തിരി ശുക്ര ലില്ലാഹി തആല, തന്റെ റബ്ബിനോട് നന്ദി കാണിക്കുന്നതും നീ അധികരിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്
നമ്മുടെ എല്ലാം ജീവിതത്തിൽ അല്ലെങ്കിൽ മനസ്സുകളിൽ കൊത്തിവെക്കപ്പെട്ട അല്ലെങ്കിൽ ഉറപ്പിച്ചു വെച്ച ഒരു കാര്യമാണ്. നമ്മുടെ ദീനിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ നേടിയെടുത്ത അറിവുമായിക്കൊണ്ട് എന്നും നിലനിൽക്കുന്നതാണ് എന്നുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അധികം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്നാണ് യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ എന്റെ ഖൽബിനെ ഉറപ്പിച്ചു നിർത്തേണമേ. ഇത് പ്രാർത്ഥിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിനെ ജനങ്ങൾക്ക് എത്തിച്ചു തരുവാനും സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു കാണിക്കാനും നരകത്തിന്റെ കവാടങ്ങളെ കൊട്ടിയടക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം വരച്ചു കാണിച്ചു തന്ന ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രാർത്ഥിച്ചത് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ദീനിലേക്ക് എന്റെ ഖൽബിനെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം. ഹൃദയം എന്ന് പറയുന്നത് റബ്ബിന്റെ വിരലുകൾക്കുള്ളിലാണ്. ആ ഒരു സമയത്തുള്ള ചാഞ്ചാട്ടം നമുക്കറിയാത്ത രീതിയിൽ ചിലപ്പോൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന രീതിയിലേക്ക് കടന്നു പോയേക്കാം. അതുകൊണ്ട് തന്നെ അള്ളാഹ് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് നമ്മളെ മുസ്ലിമാക്കി ജീവിപ്പിച്ചത്. കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിൽ തൗഹീദ് എന്ത് എന്നുള്ളത് ഇന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ ചുറ്റുപാടും പല ആളുകളുമുണ്ട്. പല വിഭാഗങ്ങളായ ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ നിന്നെല്ലാം വേർതിരിച്ചുകൊണ്ട് എന്താണ് തൗഹീദ് എന്ന് മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. എന്താണ് സുന്നത്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ് നമ്മൾ ഓരോരുത്തരും. അതെന്നും നിലനിർത്തി കിട്ടാൻ വേണ്ടി, അതിനൊരു മാറ്റവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി റബ്ബിനോട് കൃത്യമായി കാവലിനെ ചോദിക്കണം. രണ്ടാമത് പറഞ്ഞത് നിന്റെ നഫ്സിന്റെ കാര്യത്തിലാണ്, നിന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ. പെട്ടെന്ന് ബാധിക്കുന്ന രോഗങ്ങൾ കാരണം അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിതനായി പോകേണ്ടതായിട്ടുള്ള അവസ്ഥകൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷകരമായ നിമിഷങ്ങൾ നമുക്ക് പങ്കുവെക്കുന്നതിൽ തടസ്സം വന്നേക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ കാര്യത്തിൽ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് കാവലിനെ ചോദിക്കേണ്ടതാണ്. മാറാ രോഗങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ നിന്നെല്ലാം കാവലിനെ ചോദിക്കേണ്ടത് എങ്ങനെയാണ് എന്നും അവിടെ നമ്മൾ സ്ഥാപിക്കേണ്ട നിലപാട് എന്തൊക്കെയാണ് എന്നുമെല്ലാം കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ആ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വരുമെന്നുണ്ടെങ്കിൽ ആ രോഗം പൂർണ്ണമായി മാറുന്നത് വരെ റബ്ബിന്റെ അടുക്കലേക്ക് പ്രാർത്ഥനയോടുകൂടി റബ്ബിന്റെ അടുക്കൽ കൃത്യമായ കാവലിനെ ചോദിക്കാനും നമ്മളോട് കൽപ്പിക്കുകയാണ്. മൂന്നാമത് നമ്മൾ കാവൽ ചോദിക്കേണ്ടത് നമ്മുടെ ധനത്തിന്റെ കാര്യത്തിലാണ്. ഒരു ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആ മൊബൈലിലൂടെയുള്ള ഒരു വാർത്ത നമ്മുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ സംഭവിച്ചു പോയേക്കാം. ആ ഒരു അവസ്ഥയെ നമുക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായേക്കാം. നമ്മുടെ കുടുംബത്തിന്റെ അത്താണി ആയിക്കൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ താഴെയുള്ളവരുടെ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെയെല്ലാം നമ്മൾ പതറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. ആ സമ്പത്തിനൊരു കോട്ടം തട്ടുന്നതിനെ പറ്റിയും അതിൽ നിന്നും നീ കാവലിനെ ചോദിക്കുക. പിന്നീട് പറഞ്ഞത് നിന്റെ കുടുംബം. നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത പ്രദേശം ചൂരൽമലയിലെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ച അവസ്ഥ എന്തെന്ന് വെച്ചാൽ പ്രവാസ ലോകത്ത് നിൽക്കുന്ന ആളുകൾ അവരുടെ കുടുംബങ്ങൾ എല്ലാം ഒലിച്ചുപോയി. ഒരു നിമിഷം കൊണ്ട് അവരെല്ലാം അനാഥരായി മാറി. നമ്മളും രാത്രി കിടന്നുറങ്ങുന്നുണ്ട്. രാവിലെ എന്താ സംഭവിക്കുക നമുക്കറിയില്ല. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയുണ്ട്, അവരിൽ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചേക്കാം നമുക്കറിയുന്നതല്ല. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം കൃത്യമായി റബ്ബിനോട് നീ കാവലിനെ ചോദിക്കുക. ഇതെല്ലാം അള്ളാഹ് നൽകിയ നിഅമത്താണ്, അള്ളാഹ് നൽകിയ അനുഗ്രഹമാണ്. ദീനായാലും നിന്റെ ശരീരമായാലും നിന്റെ കുടുംബമായാലും നിന്റെ സമ്പത്തായാലും അതെല്ലാം അള്ളാഹ് നൽകിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് റബ്ബിനോട് നന്ദി കാണിച്ചുകൊണ്ടിരിക്കുക. ആ നന്ദി കാണിക്കുന്നതിലൂടെ അള്ളാന്റെ വാഗ്ദാനം നിങ്ങൾക്ക് അത് വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട്
അവനോട് ഏറ്റവും നല്ല രീതിയിൽ നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.